നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ചെന്നൈയിൻ FC ആണ് എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പറയാൻ കാരണം അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. ഇതിൽ നിന്നും ടീം കരകയറേണ്ടതുണ്ട്. അതിന് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ ടീമുകൾക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, പക്ഷേ ആത്മവിശ്വാസം കൈവിടരുത് എന്നാണ് അഡ്രിയാൻ ലൂണ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ലോകത്തെ ഏത് ടീമാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് താരങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിദേശ താരങ്ങളുടെയും യുവതാരങ്ങളുടെയും ഒക്കെ കോൺഫിഡൻസ് അവിടെ നിലനിർത്തേണ്ടതുണ്ട്. കാരണം ഈ ടീമിനകത്ത് എല്ലാവരും വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അസുഖം മൂലം ഈ സീസണിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായിരുന്നു. അതിൽ നിന്നും മാറി അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ആ പഴയ ലൂണയെ ഇതുവരെ ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിലെങ്കിലും അദ്ദേഹം ആ ഒരു തൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.